അപ്പോൾ ഗൈസ് ഞങ്ങൾ കാലഡോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ യുദ്ധം നടന്ന ഒരു ബാറ്റിൽ ഫീൽഡിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല പഴയ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം നടന്ന ബാറ്റിൽ ഫീൽഡിലാണ്. അപ്പോൾ ഇവിടെ നല്ല പഴക്കമുള്ള അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയ ഫീൽഡ് നല്ല ദൂരം നല്ല രസം പക്ഷെ കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് വേറെ സാധനം രണ്ട് ബാറ്റിൽ ഫീൽഡ് പുറത്തുള്ളതുണ്ട്, പിന്നെ അകത്ത് വേറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ അകത്ത് കയറില്ല, ഞങ്ങൾക്ക് വേറെ പോകേണ്ടതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബാറ്റിൽ ഫീൽഡ് കാണിച്ചു തരാം. പിന്നെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ പപ്പ ഇങ്ങനെ കുറേ സ്റ്റാമ്പ് കളക്ഷനും ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഉള്ളത് ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് അറിയാനേ. പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇൻഡിപെൻഡൻസിൻ്റെ ഇത് പോസ്റ്റ് കാർഡ് മേടിച്ചു, സ്റ്റാമ്പും മേടിച്ചു. സ്റ്റാമ്പ് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സ്കോട്ടിഷ് ഹൈലാൻഡ് കേട്ടോ, യഥാർത്ഥത്തിൽ നോക്കാം. ഇങ്ങനെ മലനിരകൾ ഉണ്ടാകുന്നതാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്. ഗൈസ് ഞാൻ സ്കോട്ടിഷ് കൗവിനെ കണ്ടു പോണ വഴിക്ക്. എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പോണ വഴി ഇപ്പം ഞങ്ങൾ സ്കോട്ടിഷ് കൗവിനെ വഴി വെച്ചിട്ട് അപ്പൊ ഗൈസ് ഞങ്ങള് പോണ വഴിക്ക് വഴിയിൽ രണ്ടെണ്ണം സ്കോട്ടിഷ് കൗ എന്ന് നല്ല വലിയ കൊമ്പൊക്കെ ഉള്ളത്. ഇത് ആരേലുമൊക്കെ ഇവിടെ ഉള്ള വീട്ടിലെ ആൾക്കാരെ വളർത്തുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ വഴി നിന്നപ്പോൾ കുറേ പേരിങ്ങനെ പോണ വഴിക്ക് വഴി പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടെടുത്തതാണ്. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നി. എനിക്ക് കണ്ടപ്പോൾ ഇത് കുറേ പേടിയായി. ഗൈസ് ഞങ്ങൾ പോണ വഴിക്ക് ഒരു ടീ ഷോപ്പിൽ കയറി. ഒരു നല്ലൊരു ടീ ഷോപ്പ്, ഒരു കുഞ്ഞ് ടീ ഷോപ്പ്. ഞങ്ങൾ നല്ല കാശൊക്കെ ആയിരിക്കും കയറി, പക്ഷെ നല്ല രസമാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് നല്ല റെഡ് വെൽവെറ്റ് കാണിച്ചു. ഞാൻ വീഡിയോ കാണിച്ചില്ല ഹോട്ടലിൽ. ഇവിടെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, സോസേജും ബേക്കണും ഒക്കെ ഉള്ളു. അതെനിക്ക് 8.5 പൗണ്ടേ ഉള്ളൂ. നന്നായിട്ട് ഇവന് ഐസ് മേടിച്ചു, അച്ഛനും അമ്മ ടീ മേടിച്ചു. നീ ടെസ്റ്റ് ചെയ്ത് കാണിച്ചാൽ അവൻ ഓൾറെഡി കഴിച്ചു. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ വേണ്ട, നീ അഭിപ്രായം പറയണ്ട, നീ കഴിച്ചു വെച്ച അഭിപ്രായം പറയും. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിച്ചോ? ഞാൻ കഴിച്ചോട്ടെ. അപ്പം ഞാൻ കഴിക്കുന്നുണ്ട്. ഇത്തിരി കട്ടിയാ, പക്ഷെ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പുറകിൽ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് കുറേ അതിൻ്റെ പടമൊക്കെ വരച്ചു. പിന്നെ ഞങ്ങൾ കുറേ ആയിട്ട് വണ്ടി ഓടിക്കുമല്ലായിരുന്നു. അപ്പോൾ അച്ഛന് ഒരു ബ്രേക്ക് കുറേ വണ്ടി ഓടിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. ഞങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കോഫി ഷോപ്പായിരുന്നു. വലിയ കാശില്ല. ഞങ്ങളാണെങ്കിൽ ഈ വഴിക്കൊന്നും അങ്ങനെ ഷോപ്പ് കാണുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്തോ ഭാഗ്യമായിരുന്നു ഇങ്ങനെ കിട്ടിയത്. നല്ല ഫുൾ ഓൺ ഇംഗ്ലീഷ്. കഴിച്ചോ. നമ്മളിവിടെ എവിടെയാണ് ഇപ്പോൾ? ഊട്ടി കൊടാക്കാൻ അവിടെ ഒന്നും അല്ല. നമ്മളിപ്പം ഇവിടെ നല്ല കാറ്റുണ്ട്, കേൾക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ സ്കീ സെന്ററിൽ വന്നു. അപ്പോൾ പക്ഷേ ഇത് വിന്ററിനായതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. വിന്ററിനാണ് തോന്നുന്നുള്ളത്. അപ്പോൾ സമ്മർ ആയിട്ട് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഉണ്ട്. ഗൈസ് ഞങ്ങൾ നോക്കി അപ്പൊ ഗൈസ് ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് എവിടെ ഞങ്ങളാണെങ്കിൽ വണ്ടിയൊക്കെ കണ്ടു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അബർഡീനിലേക്കാണ് ഞങ്ങൾ അടുത്ത പോകുന്നത്. ഇനി ഇത്ര 1.5 മണിക്കൂർ 1.25 മണിക്കൂർ എന്തോ ഡ്രൈവ് ഉണ്ട്. 2 മണിക്കൂർ എന്തോ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നന്നായിട്ട് പെട്രോളൊന്നും തീർന്നു, കുറഞ്ഞു വണ്ടിയുടെ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് എവിടെ പെട്രോൾ പമ്പ് നോക്കിക്കൊണ്ട് മുമ്പിലത്തെ കവർ മാറ്റി ക്യാമറ
അതാണ് കൈസ് എൻ്റെ അമ്മ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് ഒന്നും കാണാഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ഒരു ഗ്രാമം ഭയങ്കര വണ്ടിയൊന്നും ഇല്ല, കടയൊന്നും ഇല്ലേ, വീടൊന്നും ഇല്ലാത്തൊരു ഗ്രാമം. ഞങ്ങൾ അതുവഴി പെട്രോൾ പമ്പ് തപ്പിയിട്ട് ഒരു കടയിൽ ഞങ്ങൾ നിർത്തി. ഞാൻ കയറി പോയി ചോദിച്ചു, ചേട്ടാ ഇവിടെ അടുത്ത് പെട്രോൾ, ചേച്ചിയാ ഇവിടെ പെട്രോൾ ഉണ്ടോ, പെട്രോൾ പമ്പ് ഇവിടെ അടുത്തോണ്ട് ചോദിച്ചു. ഞാൻ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞത് 5 മിനിറ്റ് നേരെ പോയാൽ മതി. പക്ഷേ അവിടെ ഞാൻ കടലിൽ കയറിയ സമയത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നിരുന്നേ. ഒരു കപ്പലുണ്ടായിരുന്നു, ഒരു നല്ല പ്രായമുള്ള അപ്പച്ചനമ്മച്ചി. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ എന്നെ ഭയങ്കര പരിചയമുള്ള പോലെ ഇങ്ങനെ കൈയൊക്കെ പൊക്കാണ്ട് ചിരിച്ച് കാണിച്ചു തരുമ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ പേടി. ഇവിടെ ഉള്ള വീടെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ വിച്ച് വൈബുള്ളൊരു വീടായിരുന്നു. കണ്ടോ, വീട് പണിത് വർഷം വരെ വീട്ടിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല വിച്ച് വൈബുണ്ട്. എനിക്ക് നല്ല പേടിയായി കേട്ടോ. അമ്മ ഇങ്ങ് വന്നേ വീട്. അപ്പോൾ ഞങ്ങൾ പോയ ആ വില്ലേജിൽ ഒരു കുറേ നല്ല വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഗോത്തിക് വൈബില്ലേ കാണാനായിട്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. അവിടെയുള്ള വീടുകളെല്ലാം നല്ല പഴയ വീടുകളൊക്കെ ആയിരുന്നു എല്ലാം കാണാനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിൻ്റെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ സ്കീയിൻ്റെ സംഭവമൊക്കെ ഞങ്ങൾ വണ്ടി പോകണമെങ്കിൽ ഒരു ചേച്ചി മസ്റ്റാങ്കിൽ ഒരു ചേച്ചി നിന്നിങ്ങനെ നല്ല സീനുള്ള സ്ഥലത്ത് ചേച്ചി നിന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ആ മസ്റ്റാങ്ക് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. മസ്റ്റാങ്കിൻ്റെ ഒരു ഓറഞ്ച് കളറ്. പിന്നെ ഇപ്പോൾ അടുത്ത ഞങ്ങൾ ഇന്നലെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയി, ഇന്ന് മലയുടെ ഒക്കെ സൈഡിൽ കൂടെ. അപ്പോൾ ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കവർ ചെയ്യാൻ പറ്റി. സെറ്റായിരുന്നു.